ഐ ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. സംസ്ഥാനത്ത് ബജറ്റ് പ്രഖ്യാപനത്തിൽ തൃശൂർ ജില്ലയ്ക്ക് നേട്ടം. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 6 കോടി, പീച്ചി ടൂറിസം വികസന പദ്ധതിക്ക് 1 കോടിയും, കേരള കാർഷിക സർവകലാശാലയ്ക്ക് 78 കോടിയും, മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വിപുലീകരണത്തിന് 2 കോടി രൂപയും വകയിരുത്തി. ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനത്തിന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അധികാരമില്ലെന്ന ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. കേസിലെ എതിർകക്ഷികൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. മണത്തല ചന്ദ്രക്കുടം നേർച്ച പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയ്ക്കും കുടികയറ്റ കാഴ്ചയ്ക്കും ആയിരങ്ങളെത്തി. ചാലക്കുടി പുഴയിലെ വെട്ടുകടവ് പാലത്തിന് സമീപം പുഴയിൽ ഇറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കോട്ട സ്വദേശി സിൻഡോ ആണ് മരിച്ചത്. വാടാനപ്പള്ളിയിൽ പ്രഭാത സവാരിക്കിടെ പെട്ടി ഓട്ടോ ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തിൽ തൃശൂർ ജില്ലയ്ക്ക് നേട്ടം. തൃശൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം 157.5 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. പീച്ചി ടൂറിസം വികസന പദ്ധതിക്ക് 1 കോടിയിൽ തുടങ്ങി കേരള കാർഷിക സർവകലാശാലയ്ക്ക് 78 കോടി വരെ എത്തി നിൽക്കുന്ന പ്രഖ്യാപനത്തിൽ വലിയ വികസന പ്രതീക്ഷയിലാണ് തൃശൂർ. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 6 കോടി, കേരള കലാമണ്ഡലത്തിന് 27.5 കോടി, കേരള സംഗീത നാടക അക്കാദമിക്ക് 13 കോടി, കേരള ലളിതകലാ അക്കാദമിക്ക് 7.5 കോടി, തൃശൂരിന്റെ നാടക പ്രതിഭ PJ ആന്റണി ഉൾപ്പെടെയുള്ളവരെ ആദരിക്കുന്നതിനും നാടകാവതരണത്തിന് സ്ഥിരം വേദി ഒരുക്കുന്നതിനുമായുള്ള നാടകഗൃഹം പദ്ധതിക്ക് 2.5 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ തൃശൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം ഒട്ടേറെ പദ്ധതികൾക്കാണ് തുക വകയിരുത്തിയത്. പടിഞ്ഞാറേക്കോട്ട ജംഗ്ഷൻ എലിവേറ്റഡ് ഹൈവേക്ക് 60 കോടി, MG റോഡ് 2ാം ഘട്ട വികസനത്തിനും PK ചാത്തൻ മാസ്റ്റർ സ്മാരക പോസ്റ്റ് മെട്രിക് ഗേൾസ് ഹോസ്റ്റൽ നിർമ്മാണത്തിനും 15 കോടി വീതം, പൂങ്കുന്നം പാട്ടുരായ്ക്കൽ എലിവേറ്റഡ് ഹൈവേക്ക് 15 കോടി, തൃശൂർ മണ്ണുത്തിപ്പാതയിലെ മോഡൽ റോഡ് നിർമ്മാണത്തിന്റെ 1ാം ഘട്ടത്തിനും കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിലെ ഡ്രൈനേജ് പുനർനിർമ്മാണത്തിനുമായി 10 കോടി വീതം, വടൂക്കര റെയിൽവേ മേൽപ്പാലം, കൂട്ടനല്ലൂർ കോളേജ് ചുറ്റുമതിൽ നിർമ്മാണം എന്നിവയ്ക്ക് 8 കോടി വീതം, പൂങ്കുന്നം ജംഗ്ഷൻ വികസനത്തിന് 5 കോടി, KSRTC റെയിൽവേ സ്റ്റേഷൻ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണത്തിന് 3 കോടി രൂപയും അനുവദിച്ചു. ഇതോടെ സാംസ്കാരിക നഗരിയിലടക്കം വളരെ വലിയ വികസന കുതിപ്പുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തൃശൂർ. TCV തൃശൂർ. സംസ്ഥാന ബജറ്റിൽ ഒല്ലൂർ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കായി 137.2 കോടി രൂപ വകയിരുത്തിയതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ഒല്ലൂർ മണ്ഡലത്തിൽ 2350 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് സംസ്ഥാന ബജറ്റിൽ ലഭിച്ച പരിഗണന മുതൽക്കൂട്ടാകും. 6 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയത്. ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമവും സുതാര്യവുമാക്കുന്നതിന് സുവോളജിക്കൽ പാർക്ക് കൺസർവേഷൻ സൊസൈറ്റി രൂപീകരിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. സർക്കാർ ബജറ്റിൽ അനുവദിച്ച തുക സൊസൈറ്റിക്ക് വിനിയോഗിക്കാൻ കഴിയും. അതേസമയം സുവോളജിക്കൽ പാർക്കിലേക്ക് പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കുന്നത് വൈകും. സംസ്ഥാന ബജറ്റിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ നിരവധി പ്രവൃത്തികൾക്ക് തുക വകയിരുത്തിയതായി NK അക്ബർ MLA അറിയിച്ചു. ഗുരുവായൂർ ആയുർവേദ ആശുപത്രി കെട്ടിടത്തിന് 2 കോടി, മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വിപുലീകരണത്തിന് 2 കോടി, കോട്ടക്കടപ്പുറം സ്കൂൾ മിനി സ്റ്റേഡിയത്തിന് 1 കോടി എന്നിങ്ങനെ തുക വകയിരുത്തി. ചക്കംകണ്ടം സ്ലൂയിസ് കം ബ്രിഡ്ജ് നിർമ്മാണം 2 കോടി, ചാവക്കാട് PWD റെസ്റ്റ് ഹൌസ് പുതിയ കെട്ടിടം നിർമ്മാണം 2 കോടി, വടക്കേക്കാട് സ്കൂൾ പുതിയ കെട്ടിടം 1 കോടി എന്നിവയും ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിന് 305 കോടി രൂപയുടെ പദ്ധതികൾ. കൊടുങ്ങല്ലൂർ നഗരസഭ ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തീകരണത്തിന് 6 കോടി രൂപ വകയിരുത്തി. ആനാപ്പുഴ കാക്കമാടൻ തുരുത്ത് പുഴയോരം സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് 13 കോടി, ചാപ്പാറ സയൻസ് പാർക്ക് പൂർത്തീകരണത്തിന് 10 കോടി, കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കുടിവെള്ള പദ്ധതിക്ക് 75 കോടി, നഗരസഭ ഓട്ടിസം സെന്റർ നിർമ്മാണത്തിന് 2 കോടി, കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ സാംസ്കാരിക നിലയം തയ്യാറാക്കാൻ 5 കോടി എന്നിങ്ങനെയാണ് വിവിധ പദ്ധതികൾക്കായി തുക വകയിരുത്തിയിട്ടുള്ളത്. പുതുക്കാട് മണ്ഡലത്തിൽ വിവിധ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തുകയും ആവശ്യമായ തുക നീക്കിവയ്ക്കുകയും ചെയ്തതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു.
എറവക്കാട് ഓടഞ്ചിറ റെഗുലേറ്റർ നവീകരണവും അനുബന്ധ പ്രവൃത്തികൾക്കുമായി 4.5 കോടി, വരന്തരപ്പള്ളി മുനിയാട്ടുകുന്ന ടൂറിസം പദ്ധതിക്ക് 50 ലക്ഷം, പറപ്പൂക്കര പഞ്ചായത്തിലെ കുറുമാലിപ്പുഴയുടെ പള്ളം ബണ്ട് നിർമ്മാണം 1 കോടി, ചെങ്ങാലൂർ മാട്ടുമല കാളക്കല്ല് റോഡ് നിർമ്മാണത്തിന് 1.5 കോടി, മറ്റത്തൂർ കുഞ്ഞാലിപ്പാറ ടൂറിസം പദ്ധതിക്ക് 50 ലക്ഷം, ആറാട്ടുപുഴ SC സമൃദ്ധി കേന്ദ്രം 1 കോടി, പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ട് നിർമ്മാണത്തിന് 1 കോടി, തൃക്കൂർ പഞ്ചായത്തിലെ SMS റോഡിന്റെ 3ാം ഘട്ടം പ്രവൃത്തികൾക്ക് 1 കോടി എന്നിങ്ങനെയാണ് ബജറ്റിൽ ഉൾപ്പെടുത്തുകയും ആവശ്യമായ തുക നീക്കിവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലത്തിൽ സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഭിന്നശേഷി പുനരധിവാസ ശാക്തീകരണ മേഖലയിൽ മികവിന്റെ കേന്ദ്രമായി വളരുന്ന നിപ്മറിനെ ബജറ്റിൽ വീണ്ടും സർക്കാരിന്റെ കൈത്താങ്ങ്. 22.5 കോടി രൂപയാണ് ഇത്തവണ സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചത്. സംസ്ഥാന ബജറ്റിൽ തിളങ്ങി കുന്നംകുളം മണ്ഡലം. കുന്നംകുളം മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 18.65 കോടി രൂപ അനുവദിച്ചു. കുന്നംകുളത്തെ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തൃശൂർ സ്പോർട്സ് ഡിവിഷനെ പൂർണ്ണമായും റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളായും മികവിന്റെ കേന്ദ്രമായും മാറ്റുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾക്കായി 7.5 കോടി രൂപയും, കുന്നംകുളം ബോയ്സ് സ്കൂൾ കോമ്പൗണ്ടിൽ ശിക്ഷക് സദൻ നിർമ്മാണത്തിന് 5 കോടി രൂപയും, വെട്ടിക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി, തിരുത്തിക്കാട് ബണ്ട് നവീകരണം എന്നിവയ്ക്കായി 2.5 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തി. സംസ്ഥാന ബജറ്റിനെതിരെ പങ്കാളിത്ത പെൻഷൻ ജീവനക്കാർ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കഴിഞ്ഞ 2 ബജറ്റുകളിലെയും വാഗ്ദാനമായിരുന്ന എന്നാൽ ഇന്നുവരെയും നടപ്പിലാക്കാത്ത അഷ്വേർഡ് പെൻഷൻ പദ്ധതി തന്നെയാണ് ഈ ബജറ്റിലും ധനമന്ത്രി പ്രഖ്യാപിച്ചത് എന്ന് ജീവനക്കാർ ചൂണ്ടിക്കാട്ടി. പ്രതിഷേധത്തിന് ജില്ലാ പ്രസിഡന്റ് EV അശോകൻ, സെക്രട്ടറി സജി ജോസഫ്, ട്രഷറർ PK ഷിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. സംസ്ഥാന ബജറ്റിൽ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ നിരവധി പദ്ധതികൾക്ക് തുക അനുവദിച്ചു. പെരിഞ്ഞനം പഞ്ചായത്തിന് സൗരോർജ്ജ പദ്ധതിക്കായി 2 കോടി രൂപ അനുവദിച്ചു. മുനയ്ക്കൽ മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ടിന് 3 കോടി, മതിലകം കൊടൂർ കലാസാംസ്കാരിക കെട്ടിട നിർമ്മാണത്തിനായി 50 ലക്ഷം രൂപ എന്നിങ്ങനെ വകയിരുത്തി. വിനോദസഞ്ചാര കേന്ദ്രമായ അഴീക്കോട് മുനയ്ക്കൽ ബീച്ചിലേക്കുള്ള വിവിധ റോഡുകളുടെ നിർമ്മാണത്തിനായി 1 കോടി രൂപ, തീരപ്രദേശങ്ങളിൽ ടെട്രോപാഡ്, ജിയോ ട്യൂബ് സംരക്ഷണ ഭിത്തി എന്നിവയുടെ നിർമ്മാണത്തിനായി 190 കോടി രൂപയും അനുവദിച്ചു. മണ്ഡലത്തിന്റെ മാറ്റുന്ന ഒട്ടേറെ ഉൾനാടൻ റോഡുകൾക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ മുൻ മുഖ്യമന്ത്രി C. അച്യുതമേനോൻ, മുൻ മന്ത്രി PK ചാത്തൻ മാസ്റ്റർ എന്നിവരുടെ പേരിൽ ഇരിഞ്ഞാലക്കുടയിൽ ലൈബ്രറിയും പഠന ഗവേഷണ കേന്ദ്രവും നിർമ്മിക്കാൻ തുക വകയിരുത്തിയതായി മന്ത്രി R. ബിന്ദു അറിയിച്ചു. ആവശ്യമായ തുക അനുവദിക്കാനായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ പദ്ധതികൾക്കായി 50 കോടി രൂപ വകയിരുത്തിയതായി CC മുകുന്ദൻ MLA അറിയിച്ചു. അന്തിക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ 2ാം ഘട്ട നിർമ്മാണത്തിനും തളിക്കുളം ബ്ലോക്ക് വ്യവസായ സമുച്ചയം 2ാം ഘട്ട നിർമ്മാണത്തിനും 5 കോടി വീതം വകയിരുത്തി. വിവിധ റോഡുകളുടെ നിർമ്മാണം, വിദ്യാഭ്യാസ, ആരോഗ്യ, കായിക മേഖലയിലെ പദ്ധതികൾ എന്നിവയ്ക്കും തുക അനുവദിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്കും കായിക രംഗത്തിനും പരിഗണന നൽകിയിട്ടുമുണ്ട്.
സർക്കാർ ജീവനക്കാരെ അവഗണിച്ച ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് എന്ന് കേരള NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MO ഡെയ്സൺ പറഞ്ഞു. NGO അസോസിയേഷൻ തൃശൂർ ടൗൺ ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബ്രാഞ്ച് പ്രസിഡന്റ് മൃദുൽ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അരുൺ C. ജെയിംസ്, KG പ്രസാദ്, TJ ജോബി തുടങ്ങിയവരും സംസാരിച്ചു. കുടിശ്ശികയില്ല എന്നുള്ള രീതിയിലാണ് കോടതിയിലെ ഒരു സത്യവാങ്മൂലം നൽകിയതെങ്കിൽ ഇന്നത്തെ ബജറ്റിൽ പറയുന്നു DA കുടിശ്ശിക ഞങ്ങൾ കൊടുത്തു തീർക്കുമെന്ന് പറയുന്നു. ഇനി നമുക്ക് നൽകപ്പെട്ട അധികാരത്തിൽ വരികയാണെങ്കിൽ അറബിക്കടലിൽ എന്ന് പ്രസംഗിച്ച ആളുകള് ഇപ്പോഴിതാ പറയുന്നു എക്സ്ട്രോയിഡ് പെൻഷനെ സംബന്ധിച്ച് ഈ പറച്ചിലല്ലാതെ ഒരു സംഘടന ആളുകളെയും വിളിച്ച് ഇതുവരെയും ഈ ഒരു പദ്ധതിയെ കുറിച്ചും എന്താണ് അതെന്നുള്ളത്. ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനത്തിന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അധികാരമില്ലെന്ന വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ജസ്റ്റിസുമാരായ സന്ദീപ് മേത്ത, വിക്രം നാഥ് എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് വിധി സ്റ്റേ ചെയ്തത്. കേസിലെ എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. നിയമനങ്ങളിലെ സുതാര്യത ഉറപ്പുവരുത്താനാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമം 2015 നിയമസഭ പാസാക്കിയതെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. നിയമനം നടത്താൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിക്ക് അധികാരം നൽകുന്ന 1978 ഗുരുവായൂർ ദേവസ്വം നിയമനത്തിലെ 19ാം വകുപ്പിനാണ് നിയമസാധുത എന്നായിരുന്നു കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ഇത് മറികടക്കുന്ന ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമം 2015 9ാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. മണത്തല ചന്ദനക്കുടം നേർച്ചയുടെ പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയ്ക്കും കൊടികയറ്റ കാഴ്ചയ്ക്കും ആയിരങ്ങളെത്തി. പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ച മണത്തല സിംഗർ ലൈൻ ഒലീദ് നഗറിൽ നിന്നും ആരംഭിച്ച് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ജാറത്തിൽ എത്തിച്ചേർന്നു. ഗജവീരന്മാർ, വാദ്യമേളങ്ങൾ, മുട്ടുംവിളി എന്നിവ അകമ്പടിയായാണ് താബൂത്ത് കാഴ്ച ജാറത്തിലെത്തിയത്. അതേസമയം പുത്തൻകടപ്പുറം, ബ്ലാങ്ങാട്, ചാവക്കാട് എന്നീ ദേശങ്ങളിൽ നിന്നുള്ള കൊടികയറ്റ കാഴ്ചകൾ ജാറത്തിലെത്തി കൊടിയേറ്റം നിർവഹിച്ചു. ചാലക്കുടി പുഴയിലെ വെട്ടുകടവ് പാലത്തിന് സമീപം കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങിമരിച്ചു. പോട്ട മോസ്കോ മാളിയേക്കൽ സെബാസ്റ്റ്യന്റെ മകൻ 38 വയസ്സുള്ള സിൻഡോ ആണ് മരിച്ചത്. കൂട്ടുകാരുമൊത്ത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് കുളിക്കാനെത്തിയതായിരുന്നു സിൻഡോ. 2 പേർ പുഴയുടെ നടുഭാഗത്തേക്ക് നീന്തി. ഇതിനിടയിൽ സിൻഡോ വെള്ളത്തിൽ മുങ്ങിത്താഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന യുവാവ് രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. വിവരമറിഞ്ഞ് എത്തിയ ചാലക്കുടി ഫയർഫോഴ്സ് സിൻഡോയെ പുഴയിൽ നിന്നെടുത്ത് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടാനപ്പള്ളിയിൽ പ്രഭാത സവാരിക്കിടെ പെട്ടി ഓട്ടോറിക്ഷ ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. വാടാനപ്പള്ളി സ്വദേശി കിഴക്കൻ വീട്ടിൽ 49 വയസ്സുള്ള സുധനാണ് മരിച്ചത്. സുഹൃത്തുമൊത്ത് പ്രഭാത സവാരിക്കിടെ നടുവിൽക്കര പാലത്തിന് സമീപത്തായിരുന്നു അപകടം. കണ്ടശാംകടവ് ഡീകോഡ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രമുഖ നാടക പ്രവർത്തകൻ രാജൻ കാഞ്ഞിരക്കോട് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. കയ്പമംഗലം ചളിങ്ങാട് പള്ളിനട സ്വദേശിയാണ്. തീരദേശത്തെ ഒട്ടനവധി വേദികളിലും ജില്ലയ്ക്ക് പുറത്തുമായി നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അന്തിക്കാട് പുത്തൻപള്ളിക്കാവ് കാർത്തികവേല സംഘർഷത്തിനിടെ യുവാവിന് കുത്തേറ്റ സംഭവത്തിൽ പ്രതിയായ 17-കാരൻ അറസ്റ്റിലായി. കഴിഞ്ഞ ദിവസം രാത്രി അന്തിക്കാട് പുത്തൻപള്ളിക്കാവ് കാർത്തികവേല സംഘർഷത്തിനിടെ അന്തിക്കാട് മാങ്ങാട്ടുകര സ്വദേശി പൊന്നിയാമ്പാലത്ത് വീട്ടിൽ ആദിത്യനെയാണ് പ്രതി കുത്തിപ്പരിക്കേൽപ്പിച്ചത്. നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടിക്കെതിരെ ബാലനീതി നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. മണലൂർ പഞ്ചായത്ത് കോരൻസ് റോഡിൽ കുളങ്ങൾ ഭൂമാഫിയ മണ്ണിട്ട് നികത്തി. ഒരു കുളം പൂർണ്ണമായും മറ്റൊരു കുളം ഭാഗികമായുമാണ് നികത്തിയത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ CPM കർഷക സംഘം ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ നികത്തൽ തടഞ്ഞു. മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, പഞ്ചായത്ത് അംഗം പ്രസന്ന മനോജ്, CPM കാരമുക്ക് ബ്രാഞ്ച് സെക്രട്ടറി നെൽസൺ വി മാത്യു, കർഷക സംഘം മേഖലാ ഭാരവാഹികളായ KA ബാലകൃഷ്ണൻ, ES ഷാജു, NK അശോകൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി അംഗം KR അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ റോഡരികിലെ മതിലിൽ ഇടിച്ച് മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വടക്കാഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ വെള്ളറക്കാട് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം എത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട റോഡിൽ നിന്നും തെന്നിമാറി മതിലിൽ ഇടിക്കുകയായിരുന്നു. കാറിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. യാത്രക്കാരായ 2 പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഗുരുവായൂർ തിരുനാവായ റെയിൽപാത മരവിപ്പിച്ചത് റദ്ദാക്കിയ നടപടി ചേംബർ ഓഫ് കൊമേഴ്സ് സ്വാഗതം ചെയ്തു. ഗുരുവായൂരിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ പാത. ഇത് സംബന്ധിച്ച് നേരത്തെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് നിവേദനം നൽകിയിരുന്നുവെന്ന് പ്രസിഡന്റ് PV മുഹമ്മദ് യാസിൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് രവി ചങ്കത്ത് എന്നിവർ അറിയിച്ചു. കലാമണ്ഡലം ഗീതാനന്ദൻ അനുസ്മരണ സമ്മേളനം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ NK ഗീത അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാമണ്ഡലം മോഹനകൃഷ്ണൻ, ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി, വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി തുടങ്ങിയവർ സംസാരിച്ചു. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോഡി എൻ്റെ ഒരു ശരീരവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയത്തെയൊക്കെ കാണിക്കുവാൻ അദ്ദേഹത്തിന്, കാരണം ഇതൊരിക്കലും ഈ ഒരു കലാരൂപവും തുള്ളൽ എന്ന് പറഞ്ഞത് തികച്ചും ഒരു രാഷ്ട്രീയമാണെന്ന് തന്നെ പറയാം. കാരണം രാഷ്ട്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സർക്കാസം അല്ലെങ്കിൽ എപ്പോഴും അധികാരത്തിനെ വളരെ ക്രിട്ടിക്കലായിട്ട് ഹാസ്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കണ്ട ഒരു കലാരൂപമായിരുന്നു. അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയുടെ നാട്ടിക നിയോജകമണ്ഡലം സംഘാടക സമിതി രൂപീകരിച്ചു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. UDF നാട്ടിക നിയോജകമണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. സുനിൽ അന്തിക്കാട്, KK കൊച്ചുമുഹമ്മദ്, NV ഗിരിജൻ, ഹാറൂൺ റഷീദ്, വികാസ് ചക്രപാണി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ ശ്രീ AK ആന്റണി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന കാലത്ത് 2001 ഏറ്റവും നമ്മുടെ മനസ്സിന് ഏറ്റവും ഓർമ്മയുള്ള ജാഥ 2001 AK ആന്റണി നയിച്ച പ്രതിപക്ഷ നേതാവിന്റെ ജാഥയാണ്. ഇളക്കി മറിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പഠനത്തോടൊപ്പം ചെറിയ ജോലി ചെയ്ത് വരുമാനം നേടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നതിനായി 3 വിദ്യാർത്ഥിനികൾ ചേർന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്തു. പുറനാട്ടുകര ശ്രീ ശാരദ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളുടെ ആശയമാണ് പ്രാരംഭഘട്ടത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്നത്. വിദേശ രാജ്യങ്ങളിലെ മാതൃകയിൽ പഠനത്തോടൊപ്പം ജോലി എന്ന ആശയം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിലാണ് പുറനാട്ടുകര ശ്രീ ശാരദ സ്കൂളിലെ വിദ്യാർത്ഥികളും യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം സംസ്ഥാനതല വിജയികളുമായ ശ്രേയ, ഹൃതിക, ഡെൽന എന്നിവർ. ഇതിനായി ഇവർ ഒരുക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ അടിസ്ഥാന രൂപം തയ്യാറായി കഴിഞ്ഞു. ഈ വെബ്സൈറ്റിന്റെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് നമ്മുടെ കുട്ടികളുണ്ടല്ലോ, ഇവർക്കെല്ലാം ഒരു കഴിവുകൾ ഉണ്ടാവും. ആ കഴിവ് ഉപയോഗിച്ച് ഇവർക്ക് പൈസ സമ്പാദിക്കാനുള്ള ഒരു മാർഗമാണ് ഞങ്ങൾ ഈ വെബ്സൈറ്റിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 ഓപ്ഷനാണുള്ളത്. സ്റ്റുഡൻസിന് ലോഗിൻ ചെയ്യാനും ഒപ്പം ഈ ബിസിനസ് അല്ലെങ്കിൽ അവർക്ക് ജോലി കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ലോഗിൻ ചെയ്യാനുള്ള 2 പോർട്ടലാണുള്ളത്.
അപ്പോൾ കുട്ടികൾ അവരുടെ കഴിവുകൾ മറ്റും അവരുടെ സമയപരിധി എല്ലാം കൂടി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു ബയോ ക്രിയേറ്റ് ചെയ്യും. ഒരു വലിയൊരു വർക്കിംഗ് പോപ്പുലേഷനെ സാലറി കൊടുക്കാനുള്ള കഴിവുണ്ടാവില്ല പുതിയ സ്റ്റാർട്ടപ്സ് ഒക്കെ ആകുമ്പോൾ. അപ്പം അവർക്ക് ഇതുപോലെ കഴിവുകളുള്ള കുട്ടികളെ അവർക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതെന്തിനാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരുപാട് ഫാമിലീസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അവരുടെ ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ വിവരങ്ങൾ വെച്ച് അനുയോജ്യമായ ജോലി എന്തെന്നും എവിടെയെന്നും നിഷ്പ്രയാസം അറിയാനാകും. വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ പാർട്ട് ടൈം ജോലി കണ്ടെത്തി വരുമാനം നേടാൻ അവസരമൊരുക്കാനാണ് ഈ മൊബൈൽ ആപ്പ് വഴി ലക്ഷ്യമിടുന്നത്. യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അവരുടെ പഠനത്തോടൊപ്പം തന്നെ 4 മണിക്കൂറുകളോളം വേറെ ഒപ്പം തന്നെ ജോലിക്കായിട്ട് കുട്ടികളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, അവർക്ക് അതിനൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി 4 മണിക്കൂർ കുട്ടികൾ ജോലിയിലും കൂടി ഏർപ്പെടുകയാണെങ്കിൽ അവർക്കത് പഠനത്തിന് ഒരു സഹായമാവും. ആപ്ലിക്കേഷൻ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകാൻ ഇനിയും കടമ്പകളുണ്ട്. തുടർ സാങ്കേതിക സഹായവും നിർമ്മാണ ചെലവിനുള്ള ഫണ്ടും ഉറപ്പാക്കുകയാണ് അടുത്ത പടി. അടുത്ത മാസം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാമിൽ തങ്ങളുടെ ആശയം അവതരിപ്പിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഈ വിദ്യാർത്ഥിനികൾ. TCV തൃശൂർ. കൊടുങ്ങല്ലൂർ മേത്തലയിൽ മയിലിന്റെ ജഡം കണ്ടെത്തി. മേത്തല വയലമ്പത്ത് വാഹനമിടിച്ച് പരിക്കേറ്റ നിലയിൽ പെൺമയിലിനെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് മയിലിനെ ചികിത്സ നൽകുന്നതിനായി വൈൽഡ് റെസ്ക്യൂവർ കണ്ണൻ അഷ്ടപതി എത്തിയെങ്കിലും മയിലിനെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. കുറ്റിക്കാട്ടിൽ കയറി ഒളിച്ച മയിലിനെ പിടികൂടാനിരിക്കെയാണ് ജഡം കണ്ടെത്തിയത്. പാവറട്ടി ഗ്രാമീണ ചലച്ചിത്രോത്സവം വിളംബരത്തിന്റെ ഭാഗമായി ഹെറിറ്റേജ് ടൂറിംഗ് ടാക്കീസ് ആരംഭിച്ചു. പ്രദേശത്തിന്റെ ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് പരിപാടിയുടെ ലക്ഷ്യം. ദേവസൂര്യ കലാവേദിയും ജനകീയ ചലച്ചിത്രവേദിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ ഡയറക്ടർ റാഫി നിലങ്കാവിൽ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച വഴിയമ്പലം തേടി എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. ഗുരുവായൂർ ചുമർചിത്ര പഠന ഗവേഷണ കേന്ദ്രം പ്രിൻസിപ്പാൾ നളിൻ ബാബു ചടങ്ങിൽ അധ്യക്ഷനായി. അഭിനി ശശി, CP വത്സല, സന്തോഷ് ദേശമംഗലം, റെജി വിളക്കാട്ടുപാടം, സദാശിവൻ മധുക്കര തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് പാവറട്ടി പോലീസ് സബ് ഇൻസ്പെക്ടറും പഞ്ചഗുസ്തി ദേശീയ ചാമ്പ്യനുമായ TC അനുരാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചഗുസ്തി ലോക ചാമ്പ്യൻ KM ഹരി, ഇന്റർനാഷണൽ ചാമ്പ്യനും ദേശീയ റഫറിയുമായ CS സൗമ്യ, ഇന്റർനാഷണൽ ചീഫ് റഫറി MD റാഫേൽ എന്നിവർ മത്സരം നിയന്ത്രിച്ചു. മുൻ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT ജോൺസൺ, അബ്ദുൾ അസീസ് എന്നിവർ സംസാരിച്ചു. വിവിധ വിഭാഗങ്ങളിൽ PA ദിഭീം, സഞ്ജയ് കൃഷ്ണ, P അനന്തു, PA നയനേന്ദു എന്നിവർ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കി. വിവിധ വിഭാഗങ്ങളിലായി 100ഓളം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കൊടുമ്പിൽ മുരളി അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ PM സജി, സിജി ജോൺ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രാജി സോമൻ, VV വിവേക്, പ്രബിത ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വള്ളത്തോൾ നഗർ പഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം UDF ബഹിഷ്കരിച്ചു. യോഗം CPM പാർട്ടി പരിപാടിയാക്കി മാറ്റിയെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. വാർഡ് അംഗങ്ങളായ അബ്ദുൾ റഹ്മാൻ, ജാഫർ, അബ്ദുൽ കബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച അധ്യാപകർക്ക് നൽകി വരാറുള്ള MV ഡാനിയൽ മാസ്റ്റർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. KM റാഫി, V ഇന്ദുജ, M സീന, MS സ്മിത എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. മാർച്ച് മാസത്തിൽ ഇരിഞ്ഞാലക്കുടയിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് അവാർഡ് നിർണയ കമ്മിറ്റി ചെയർമാൻ പ്രവീൺ M കുമാർ, കൺവീനർമാരായ ഷിജി ശങ്കർ, നിധിൻ ടോണി എന്നിവർ അറിയിച്ചു. ചാലക്കുടി പോട്ടയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി അച്ഛനെയും മകനെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ ഒളിവിലായിരുന്ന പിടികിട്ടാപ്പുള്ളി അറസ്റ്റിലായി. സ്റ്റേഷൻ റൌഡിയായ പനമ്പിള്ളി കോളേജ് മുത്രത്തിപ്പറമ്പിൽ വീട്ടിൽ ഭാഷ എന്ന നിഷാദാണ് അറസ്റ്റിലായത്. ഇനി സ്വർണം നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 16,395 രൂപ, പവന് 1,31,160 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Triprayar. സംസ്ഥാനത്ത് ബജറ്റ് പ്രഖ്യാപനത്തിൽ തൃശൂർ ജില്ലയ്ക്ക് നേട്ടം. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 6 കോടി, പീച്ചി ടൂറിസം വികസന പദ്ധതിക്ക് 1 കോടിയും, കേരള കാർഷിക സർവകലാശാലയ്ക്ക് 78 കോടിയും, മുനക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്റർ വിപുലീകരണത്തിന് 2 കോടി രൂപയും വകയിരുത്തി. ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനത്തിന് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അധികാരമില്ലെന്ന ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേസിലെ എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. മണത്തല ചന്ദ്രക്കുടം നേർച്ച പ്രധാന കാഴ്ചയായ താബൂത്ത് കാഴ്ചയ്ക്കും കുടികയറ്റ കാഴ്ചയ്ക്കും ആയിരങ്ങളെത്തി. ചാലക്കുടി പുഴയിലെ വെട്ടുകടവ് പാലത്തിനു സമീപം പുഴയിൽ ഇറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കോട്ട സ്വദേശി സിൻഡോ ആണ് മരിച്ചത്. വാടാനപ്പള്ളിയിൽ പ്രഭാത സവാരിക്കിടെ പെട്ടി ഓട്ടോ ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.